ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നും അടിപൊളി ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാര്യം കുക്കിങ്ങും കാര്യങ്ങളൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും ഇപ്പോൾ പാചകമൊക്കെ ഇതിനേക്കാൾ വലിയ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചെറിയ ചാനലിനകത്ത് വന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിട്ട് ആർക്കും പിന്നെ കുറച്ചൊക്കെ വീട്ടുവിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ വീട്ടുവിശേഷങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേരും ഒക്കെ ക്ലാസ്സും ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും തിരക്കാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ, ആരുമില്ല. അപ്പം എല്ലാവരും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും കണ്ടിന്യൂ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ എടുത്ത് അതുകൊണ്ടാണ് പിന്നെ ആരും ഉൾപ്പെട്ട് പരീക്ഷയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലൂടെ അങ്ങനെ കാണാം. അപ്പോൾ അതുവരെയൊക്കെ നമ്മുടെ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോകേണ്ടതിന് വേണ്ടി നമുക്ക് ചെറിയ ചെറിയ ടിപ്സൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാം. അപ്പം ഞാൻ ചെയ്യുന്ന ടിപ്സൊക്കെ എനിക്ക് ചെയ്ത് പ്രയോജനം കിട്ടുന്നതാണ് നിങ്ങളിലൂടെ എത്തിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ സംരക്ഷണമാണ്. കൈ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര ഇതായിട്ടിരിക്കുന്ന കൈകളാണ്. എന്നുവെച്ചാൽ നമുക്ക് വീട്ടിൽ ജോലി ആയിരിക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പാത്രം കഴുകാനുണ്ട്, തുണി കഴുകാനുണ്ട്, മുറ്റത്തെ കാട് പറിക്കാനുണ്ട്. അങ്ങനെയല്ല. ചിലപ്പോൾ അടുപ്പിൽ വെക്കുന്ന കരിപ്പാത്രമായിരിക്കും, അത് തേച്ച് കഴുകാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഒരു ഭംഗി കുറവ് വരും. അപ്പം ഞാൻ എന്നാണ് എൻ്റെ കൈക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നമുക്കൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ മുതൽ നമ്മൾ കൈ സംരക്ഷിക്കാതിരുന്നുള്ള കുഴപ്പം എന്നാണെന്നറിയോ? ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഒരുമാതിരി പരട്ടക്കൈ ആയിത്തീരും. പരട്ടക്കൈ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളുകയില്ലാത്ത കൈ. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ഭാഷ കേട്ടോ. ഓഹ്! ഒരു പരട്ടക്കൈയാണ്, അല്ലെ ഒരു പരട്ടക്കാലാണ്. അങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ പന്നക്കാല്. വൃത്തികെട്ട ഒരു ഭംഗിയില്ലാത്ത കൈയും കാലും എന്ന് പറയും. നമ്മുടെ എല്ലാവരുടെയും കൈക്ക് ഭംഗിയുള്ളതാണ്. എല്ലാവരുടെയും കൈക്ക്. നമ്മളത് സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പം ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് നമുക്ക്. ആ ഡ്രസ്സ് നമ്മൾ കഴുകാതെയും നല്ല വൃത്തിക്ക് തേച്ചിട്ടുകൊണ്ട് നടക്കാതെയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പന്നലായി പോകും. പിന്നെ നമുക്കത് കൈക്കല പിടിക്കാനേ കൊള്ളത്തുള്ളൂ. എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ കൈയുടെ കാര്യം. നമ്മൾ എന്നാ ജോലി ചെയ്യുന്നു പറഞ്ഞാലും അതിനുശേഷം നമ്മുടെ കൈ നമ്മളൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ കൈ നല്ല സൂപ്പറായിട്ടിരിക്കും. ഞാൻ എൻ്റെ കൈ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഞാനൊരു മനുഷ്യനെ കാണുമ്പം അവരുടെ ഡ്രസ്സോ മാലയോ കമ്മലോ യാതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. മൂക്കുത്തി നോക്കാറുണ്ട് കേട്ടോ. മൂക്കുത്തി ഇടുന്നവരാണെങ്കിൽ മൂക്കുത്തി നോക്കാറുണ്ട്. അല്ലാതെ അവരുടെ കമ്മലോ യാതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ മുടിയും ശ്രദ്ധിക്കും, കൈയും കാലും ശ്രദ്ധിക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ കൈ കാണുമ്പോൾ നമുക്കറിയാം ഒരാൾക്ക് വൃത്തിയുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. നമ്മുടെ കൈ ചിലർ പറയും, ഓ എന്നാ ചെയ്താലും എൻ്റെ കൈ വൃത്തിയാകത്തില്ല എന്ന് പറയും. അതൊക്കെ വെറുതെയാണ്. നമ്മളൊരു ഇച്ചിരി നേരം ശ്രമിച്ചാൽ മതി. നമ്മുടെ കൈ നല്ലപോലെ വൃത്തിയാകും. എത്ര കൈ അഴുക്കുള്ളവരാണെങ്കിലും എന്നാ ചെയ്യണമെന്നറിയോ? ഇച്ചിരി എണ്ണയും ഉപ്പും കൂടി ഇട്ട് കൈ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക. എണ്ണയും ഉപ്പും, വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ട് കൈ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ കയ്യിലെ കറ പറ്റിയേക്കുന്നതും കയ്യിൽ എന്നാ അഴുക്കുണ്ടെങ്കിലും അതങ്ങ് പോയി കിട്ടും. എന്നിട്ട് വേണം നമ്മുടെ കയ്യിലൊരു പായ്ക്ക് ഇട്ട് കൊടുക്കാൻ. അതിപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനും ചെയ്യാറില്ല കേട്ടോ. നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്താൽ നമ്മുടെ കൈ നല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 40 കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ കൈയുടെ പ്രശ്നങ്ങളെല്ലാം വന്നു തുടങ്ങുന്നത്. മനുഷ്യരുടെ മുഖത്താണേലും തലയ്ക്കാണേലും മൊത്തത്തിൽ നമ്മൾ ഒരു പ്രശ്നക്കാരായി തീരുന്നത് 40 കഴിയുമ്പോൾ തൊട്ടാണ്. നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങൾ എല്ലാം വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ കൈക്ക് ചെയ്തത്, ഇപ്പം ഞാൻ ക്യൂടെക്സ് ഈയിടയ്ക്ക് ഇട്ടതാണ്. അതുകൊണ്ട് പിന്നെ അത് റിമൂവർ വെച്ച് കളയാൻ നിന്നില്ല കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പോയിരിക്കുന്നതൊക്കെയാണെങ്കിൽ ഞാൻ മൊത്തം കളയും. അതുപോലെ തന്നെ നമ്മുടെ കൈ എപ്പോഴും നമ്മൾ നഖം ചേർത്ത് വെട്ടരുത്. ഒരിച്ചിരി ഒന്ന് ഷേപ്പിലാക്കി നഖം ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ വരുമ്പം തന്നെ നമ്മുടെ കൈക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കരമായിട്ട് നഖം വളർത്തണമെന്ന് പറയുന്നില്ല. ചിലർക്കുണ്ട് ഈ നഖം കടിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ചേർത്ത് കടിച്ചേച്ച് ഇവിടുത്തെ ഈ തൊലിയും ദശയെല്ലാം കൂടെ ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കും. ഈ നഖം ഇതിനകത്തിരിക്കും. അങ്ങനെ ചെയ്യരുത്. നഖം കടിച്ച് കളയുകയോ ചെയ്യല്. നെയിൽ കട്ടർ കൊണ്ടോ അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെട്ടാൻ സൗകര്യം അതുകൊണ്ട് വെട്ടുക. ഞാൻ എൻ്റെ നഖം കടിക്കത്തേ ഇല്ല. പക്ഷെങ്കിൽ ആ ഇച്ചിരി ഇതാകുമ്പോഴത്തേക്കും ഞാൻ വെട്ടിക്കളയും. ഒത്തിരി ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തുണിയൊക്കെ അലക്കുമ്പോഴത്തേക്കും നഖം ഇറങ്ങി വന്ന് കീറിപ്പോവും. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതിൻ്റെ നീളം ഒന്നിങ്ങനെ കുറച്ച് ഒന്ന് ഷേപ്പാക്കി വിടുക. ഷേപ്പാക്കി വിടുമ്പോഴത്തേക്ക് തന്നെ കൈക്ക് ഭംഗിയായിട്ട്, നിങ്ങൾക്ക് ഇനി നഖം വളർത്തുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഒത്തിരി വളർത്തണ്ട, ഒരിച്ചിരി ചെറുതായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി അതൊന്നിങ്ങനെ വളച്ചൊന്ന് വെട്ടി വിടാങ്ങിയുണ്ടല്ലോ. എന്നിട്ട് കയ്യിലൊന്ന് ക്യൂടെക്സ് ഇട്ട് നോക്കി എന്നാ ഭംഗി. അന്നേരം തന്നെ നമ്മുടെ കൈയുടെ ആ ഒരു ഇതങ്ങ് മാറും, സ്റ്റൈലേ അങ്ങ് മാറും കൈയുടെ. അതൊരു പ്രത്യേകതയായിട്ട് കിട്ടും. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ പാത്രം കഴുകാണ്ട് നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കാമെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാനും ഗ്ലൗസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഉപയോഗിക്കാൻ സമയം കിട്ടും. കാര്യം ധൃതി വെച്ച് ജോലി ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ പാത്രം കഴുകി തീർത്തിച്ച് അടുത്ത പണിക്ക് പോകുന്നുണ്ട് ഗ്ലൗസ് അവിടെ വെക്കും. പിന്നെ അതുപോലെ തന്നെ കൈ വല്ല മുറിയോ ഒക്കെ ചെയ്തിരുന്നാൽ മാത്രമേ ഉള്ളൂ ഗ്ലൗസ് ഇട്ട് പാത്രം കഴുകുന്നത്. അങ്ങനെ ചെയ്യുമെങ്കിൽ
നമ്മുടെ കയ്യിൽ ഈ വെള്ളം വീഴുന്നുണ്ട്, സോപ്പും വെള്ളവും ഇങ്ങനെ പാത്രം കഴിച്ച് ചിലർ പറയും ഞാൻ എടുക്കുന്ന പാത്രം അന്നേരം നമ്മൾ കഴുകുമ്പോഴും നമ്മുടെ കയ്യിൽ ഈ സോപ്പും ഇതും എല്ലാം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ ഒന്നിച്ചതും കഴുകി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം വരെ നമ്മുടെ കയ്യിൽ സോപ്പ് പറ്റാനേ നേരം കാണുകയുള്ളൂ. നമ്മളിപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞാണെങ്കിലും നമ്മൾ കയ്യെ ചെയ്യുന്ന പറയാം, ഒന്നുമില്ലെങ്കിലും ഇച്ചിരി വെളിച്ചെണ്ണയാണെങ്കിലും നമ്മളിങ്ങനെ തൂത്ത് കൈ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. അപ്പോൾ തന്നെ കൈ നിങ്ങൾ അന്നേരമൊക്കെ നോക്കിയോ, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ കൈ ഒന്ന് നോക്കണം. പിന്നെ എല്ലാവരും പറയും ഇതിനൊക്കെ ആർക്കാ സമയമെന്ന് ചോദിക്കും. ഇതിനൊക്കെ സമയമില്ല എന്ന് പറഞ്ഞു വെച്ച് അയ്യോ എൻ്റെ കൈക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. സമയമില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല ഈ ലോകത്ത്. നമുക്ക് ഏതൊരു മനുഷ്യർക്കും എല്ലാ കാര്യത്തിനും ഒരു 5 മിനിറ്റിൽ മാറ്റി വെക്കാൻ കാണും, ഇല്ലേ? ആരും പറയണ്ട അയ്യോ എനിക്ക് സമയമേ കിട്ടുന്നില്ല എന്ന് പറയും ചിലർ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഒന്നും വേണ്ട, ഇച്ചിരി രാവിലെ എണീറ്റ് ചെന്ന് കൈകളൊന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് എല്ലാവരും എണീക്കുന്നതിന് മുന്നേ നമുക്ക് സമയം കിട്ടും. കിട്ടാതിരിക്കത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് ഒത്തിരി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മുടെ കൈക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കൈക്ക് അഴിച്ച് ചെയ്യുന്ന എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യും. സ്ക്രബ് ചെയ്ത് കൈയുടെ അഴുക്കല്ല, ഈ വെളിച്ചെണ്ണ ഉപ്പും കൂടെ ആകുമ്പോൾ കൈയിലെ അഴുക്കുകൾ മുഴുവൻ പോയി കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം ആദ്യമേ കേട്ടോ. ഞാൻ ഇച്ചിരി ഉപ്പെടുത്ത് അതിലേക്ക് ഇനി ഒഴിക്കുന്നത് ഇച്ചിരി വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും ഉപ്പും എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്, ഞാനിപ്പോൾ ഇത് അടുക്കളയിൽ നിന്നാണ് ചെയ്യുന്നത്. എന്നാന്നറിയോ, ഈ എണ്ണമയൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് ചെയ്താൽ അവിടെ മുഴുവൻ എണ്ണയാകും. പിന്നെ അത് വൃത്തിയാക്കൽ നമുക്ക് അതിനേക്കാൾ വലിയൊരു പണിയാകും. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴുകി വിട്ടാൽ മതി. ഇത് കണ്ടോ, ഇതുപോലെ കയ്യിൽ എണ്ണയും ഉപ്പും കൂടി ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഉപ്പ് മാത്രമായിട്ടിട്ട് ചെയ്യരുത്. ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കൈയുടെ തൊലിക്കെല്ലാം ഒരുമാതിരി മുരുമുരാന്നിരിക്കും കൈ. പിന്നെ ഉപ്പ് മാത്രം ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇത് കണ്ടോ, അപ്പം തന്നെ കൈയുടെ കളറ് മാറി 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 വരും. നമ്മുടെ കയ്യിലെ അഴുക്കും എല്ലാം നമ്മൾ എത്ര കൈയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ അഴുക്കിങ്ങനെ പറ്റിയിരിക്കും. നമ്മൾ അടുക്കളയിൽ നിന്ന് ഓരോന്നും ചെയ്യുന്നതല്ലേ. ഇത് കണ്ടോ, അത് പറ്റിയപ്പം തന്നെ കൈക്ക് വന്ന മാറ്റം കണ്ടോ. ഇതിങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇച്ചിരി നല്ല ഇതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കൈയുടെ വെള്ളയും അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. കൈയുടെ ഇങ്ങോട്ട് കയറ്റി ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇപ്പം അത്ര ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല ശരിക്കും. അതുകൊണ്ടാണ് കൈയുടെ ഇവിടം വരെ ഇവിടെ നീങ്ങി ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ കയ്യിലും ഇതുണ്ട്. ഇപ്പോൾ ഈ കൈയുടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ കൈയുടെ കളർ വ്യത്യാസം കണ്ടോണേ. പൊതുവെ നമ്മുടെ എല്ലാവരുടെയും കൈ എന്ന് പറഞ്ഞാൽ ഈ ഇടത്തെ കൈയേക്കാൾ ഇച്ചിരിയും കൂടെ ഒരു കളർ മങ്ങിയിരിക്കും നമ്മുടെ വലത്തെ കൈക്ക്. എന്നാന്ന് വെച്ചാൽ നമ്മൾ അടുക്കള ജോലി ചെയ്യുന്നവർക്ക്, അല്ലാത്തവരുടെ 2 കൈ ഒരുപോലെ ഇരിക്കും കേട്ടോ. അടുക്കളയൊക്കെ ജോലി ചെയ്യുന്നവരുടെ കൈ അങ്ങനെ വരും. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അടുപ്പിലെ ചൂട് കയ്യിലടിക്കുന്നതിൻ്റെയാണ്. നമ്മൾ ഓരോന്ന് ഇളക്കി കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. കണ്ടോ, ഇങ്ങനെ നല്ലപോലെ നമ്മളൊന്ന് കേടുണ്ട്. ഇവിടെയൊക്കെ നല്ലപോലെ ഒന്ന് ഉരച്ചൊന്ന് വൃത്തിയാക്കണം. എന്നിട്ട് കൈയുടെ വെള്ളം ഇതുപോലെ ഇതുണ്ട്. കൈക്കിപ്പോൾ തന്നെ ഒരു മാറ്റം വന്നു കേട്ടോ. കൈ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ എല്ലായിടവും ചെയ്യണം കേട്ടോ. കൈയുടെ സൈഡ് എല്ലായിടവും ഇതുണ്ടോ, ഇങ്ങനെ ഉരച്ച് കഴുകണം. ഉരച്ച് ആ ഉപ്പ് എണ്ണയും കൂടെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് വെക്കണം. ഇതുണ്ടോ, നമ്മുടെ നഖത്തിൻ്റെ ഇടവശവും എല്ലാം
ഇനി ഞാൻ കൈ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകട്ടെ. ഇപ്പം ഞാൻ കൈ നല്ലപോലെ കഴുകിക്കൊണ്ട് വന്ന് എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇച്ചിരി കടലമാവോ പയർ പൊടിയോ എണ്ണയിലിട്ട് കൈ ഒന്ന് നല്ലപോലെ ഒന്ന് ഈ എണ്ണമയം ഒന്ന് കഴുകിക്കളയാനായിട്ട് കയ്യാലെ. നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലൊന്ന് തൊട്ട് നോക്കണം കേട്ടോ. നല്ല പഞ്ഞി പോലെ നമുക്ക് തോന്നും. കടലമാവ് ഇട്ട് നല്ലപോലെ കൈ കഴുകണേ. സോപ്പ് ഒന്നും ഇടല്. എണ്ണമയം കയ്യിൽ അങ്ങ് പൊക്കോളും കടലമാവ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. ഇനി കടലമാവ് ഇല്ലെങ്കിൽ പയറുകൂടി ഇട്ട് കഴിയാലും മതി കേട്ടോ. ഇനി ഞാൻ കൈ കഴുകിയിട്ട് വരട്ടെ. ഇനി നമ്മൾ നമ്മുടെ കയ്യിലേക്ക് ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കുവാണേ. അതിന് അരിപ്പൊടി നമ്മുടെ കയ്യിലിടാനുള്ള ആവശ്യത്തിനുള്ള എടുക്കാം. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നല്ല തൈര്, കട്ടിത്തൈര് വേണം കേട്ടോ. ഈ ലൂസായിട്ടുള്ള തൈരല്ല, കട്ടിത്തൈര്. പിന്നെ വേണ്ടത് ബീട്രൂട്ട് ജ്യൂസ്. ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിന് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കാവേ. ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ജ്യൂസാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു, അല്ലാതെ വേറെ സാധനമൊന്നും അല്ല കേട്ടോ. ജ്യൂസ് ഞാനിങ്ങനെ എടുക്കുമ്പം, ബീട്രൂട്ട് ജ്യൂസ് എടുക്കുമ്പം ഞാൻ എടുത്ത് ഇച്ചിരി ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും. പിന്നെ നമുക്ക് ആവശ്യം അനുസരിച്ച് അത് എടുക്കത്തേ ഉള്ളൂ. അതാണ് അങ്ങനെ കട്ടിയിലിരിക്കുന്നത്. ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം ജ്യൂസ്, ഈ ബീട്രൂട്ട് ജ്യൂസ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കണ്ടല്ലോ അതങ്ങ് ഒരുമാതിരി ജെല്ല് പോലെ ആകും. വെള്ളം ചേർക്കാൻ നമ്മൾ എടുത്ത് വെക്കുന്നത്. ഇനി ബീട്രൂട്ടിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണേലും മതി കേട്ടോ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ബീട്രൂട്ട് ജ്യൂസ് കൊണ്ട് ഞാൻ മുഖത്ത് ഓരോ പായ്ക്കൊക്കെ ഇടുന്നതിനും പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇച്ചിരി എപ്പോഴും നമ്മളിങ്ങനെ എടുക്കാൻ വയ്യ മടിയായതിന് ഇച്ചിരി കൂടുതലങ്ങ് എടുത്ത് വെക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കൈകളിൽ കാണുന്ന ഞരമ്പ് തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ, ചിലരുടെ കൈ കണ്ടിട്ടുണ്ടോ ഞരമ്പൊക്കെ വല്ല, ചിലർക്ക് പാരമ്പര്യമായിട്ടുണ്ട്, അങ്ങനെ അല്ലാതെ ചിലരുണ്ട് ഈ കൈ ഒന്നും സൂക്ഷിക്കാൻ ഞരമ്പൊക്കെ ഒരുമാതിരി പൊങ്ങി വരും ഒരു 40 കഴിയുമ്പോഴത്തേക്ക്. എന്നിട്ട് കൈ ഒത്തിരി ഈ 40 കഴിയുമ്പം തന്നെ ഉണ്ടല്ലോ ഒരു 80 കഴിഞ്ഞ പോലെ ആകും കൈ. അങ്ങനെയുള്ളവരുമൊക്കെ ഇതുപോലെ കയ്യെ ചെയ്താൽ നല്ലതാണ്. അതിനാണ് ഈ തൈരും ഇതൊക്കെ ഇട്ടുള്ള ഇത് ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല ഇതാകാനായിട്ട്. തൈര് നമ്മുടെ കൈ നല്ലൊരു ഗ്ലേസിങ് കിട്ടും നമ്മുടെ കൈക്ക്. തൈര് നമ്മളിട്ട്, തൈര് തന്നെ ഇട്ട് മസാജ് ചെയ്താലും നല്ല ഗ്ലേസിങ് കിട്ടും കേട്ടോ. നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ടുവച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവർക്ക് കയ്യിലൊക്കെ വെയിലൊക്കെ നല്ലപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് പറ്റി കഴിയുമ്പോഴത്തേക്ക് കൈക്കൊരു കരിവാളിപ്പ് പോലെ വരും. അതിന് ഏറ്റവും നല്ലതാണ് തൈരും പഞ്ചസാരയും. കൈയുടെ പുറത്തും അകത്തും ചെയ്ത് നമുക്ക് എന്നിട്ട് ഇങ്ങനെ ഒന്ന് 2 കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കയ്യിൽ. ചില നേരം ഒന്ന് ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞ് നമ്മുടെ കയ്യിൽ ഇത് വെക്കണം. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യാണ്ടിരുന്നാൽ മതി, അപ്പോൾ നമുക്ക് സമയം കിട്ടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാവേ. ഇപ്പം 15 മിനിറ്റോളമായി കേട്ടോ കയ്യിൽ വെച്ചിട്ട്. ഞാനിപ്പോൾ എൻ്റെ കൈ ഒന്ന് കഴുകാനായിട്ട് തുടങ്ങുവാണ്. കൈ കഴുകുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഇതൊക്കെ നമ്മൾ ഈ കയ്യെ ചുളിവ് വീഴുന്നതിന് മുമ്പേ തൊട്ട് ചെയ്ത് തുടങ്ങാമെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കയ്യെ ശകലം പോലും ചുളിവ് വീഴത്തില്ല. പിന്നെ ചുളിവ് വീണതിന് ശേഷം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും കൈയൊന്ന് സെറ്റായിട്ട്. തന്നെ ബീട്രൂട്ടിൻ്റെ കളറും കൂടെ ഉണ്ട് കൈയുടെ വെള്ളയൊക്കെ കേട്ടോ. പക്ഷെ നമ്മുടെ കൈയുടെ പുറത്ത് സ്കിന്നിൽ അങ്ങനെ വരത്തില്ല, കൈയുടെ വെള്ളം മാത്രമുള്ള സ്കിന്നിൽ. എന്നാലും ആ ഒരു റോസ് കളറ് നമ്മുടെ കൈക്ക് വൃത്തികേടായിട്ടുള്ള കളറായിട്ടൊന്നുമല്ല. ഇത് കണ്ടോ, ഞാൻ കൈ ഇനി തുടച്ചേച്ച് വരാവേ. അപ്പം നമ്മുടെ കയ്യിലെല്ലാം പായ്ക്കൊക്കെ ഇട്ടതിന് ശേഷം ഉള്ള കൈയാണിത് കേട്ടോ. ആദ്യം കണ്ടതിനേക്കാളുള്ള കറുപ്പൊക്കെ മാറിയില്ല കയ്യിൽ. ഈ കയ്യിൽ ഇച്ചിരി കറുപ്പുണ്ടായിരുന്നു, ഇതേ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിലൊരു ഇച്ചിരിയുടെ ഒരു ഡാർക്കായിട്ടായിരുന്നു വിടുന്നത്. പക്ഷേ ആ കൈ നല്ല ഇതായി, നമ്മുടെ നഖം വരെ നല്ല വൃത്തിയാകും കേട്ടോ. ഒരു ചെറിയ റോസ് കളർ നമ്മുടെ കൈയുടെ വെള്ളം വരുന്നുണ്ട്, പക്ഷെ അത് അറിയത്തൊന്നുമില്ല അങ്ങനെ. ഇത് കണ്ടോ, ചെറുതായിട്ട് റോസ് കളർ. പക്ഷെ അത് നമ്മുടെ കൈക്കൊരു ഭംഗിയാണ് കേട്ടോ. റോസ് കളർ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് രക്തമയം കയ്യാലുള്ള പോലെ തോന്നും. അത് ഉള്ളു, വൃത്തിയായിട്ടൊന്നുമില്ല. അപ്പം കൈയുടെ കണ്ട് എൻ്റെ കയ്യിൽ ഒരു ഞരമ്പ് പോലും എണീറ്റില്ല. എനിക്ക് 40 കഴിഞ്ഞാണ്, പക്ഷെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഞരമ്പ് പോലും ഇല്ല എണീറ്റ് നിൽക്കുന്നത്. ഇത് കണ്ട് ഈ കയ്യിലുണ്ട്, ഒരു കൈ ഇങ്ങനെ മടക്കിയാൽ പോലും വലുതായിട്ടില്ല. അതെന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എപ്പോഴും മസാജ് ചെയ്തും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മൾ പരിപാടി കഴിഞ്ഞെന്ന് വിചാരിക്കല്, ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട് കേട്ടോ. ഒന്ന്, നമ്മുടെ ഗ്ലിസറിൻ തന്നെ ഒരിക്കലും നമ്മുടെ സ്കിന്നെ പരട്ടരുത്. ഭയങ്കര ഡേഞ്ചറാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അനുഭവസ്ഥയാണ്. കൈ അന്നേരത്തേക്ക് ഒരു പിറ്റേ ദിവസം കൈ ഒരു മൊരാന്നായിപ്പോവും. ഒരിക്കലും ഗ്ലിസറിൻ നല്ലതാണ്, പക്ഷേ ഗ്ലിസറിൻ തന്നെ ഒരിക്കലും തേക്കരുത്. ഗ്ലിസറിൻ്റെ കൂടെ റോസ് വാട്ടറും കൂടെ ചേർത്ത് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൈക്ക് ഒരു മണവും ഒക്കെ കിട്ടും കേട്ടോ. ഞാൻ എന്തെന്ന് വെച്ചാൽ കയ്യിലേക്ക് ഇതിപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈക്കൊരു ചൂട് പോലെ തോന്നും. വേണ്ട, ഒരു 2 or 3 തുള്ളി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ രണ്ട് കയ്യിലും നമുക്ക് പരട്ടേണ്ടതാണ്. ഇതിന് കയ്യിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചൂട് പോലെ തോന്നും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമുക്കിപ്പോൾ റോസ് വാട്ടറും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും അത്. അതിലേക്ക് ഈ റോസ് വാട്ടറൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ആയിക്കൊണ്ട് മേടിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ, അല്ലാതെ ഒറ്റ പ്രാവശ്യമായിട്ട് മേടിച്ചൊന്നുമല്ല. റോസ് വാട്ടർ ഇപ്പോൾ 2 തുള്ളി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, കുറേ എഴുതുന്നേ ഉള്ളൂ. ഇപ്പോൾ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ഇങ്ങനെ കൈയുടെ പുറത്ത് അകത്തും തേച്ച് കൊടുക്കണം. കൈക്ക് നല്ല സോഫ്റ്റ് ആകാനാണ് കൈ. നമ്മൾ ഇത്രയെല്ലാം പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൈക്ക് ചെറിയൊരു കൈ ഒന്ന് ഡ്രൈ ആകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിനാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തേക്കരുത് ഒരിക്കലും, ഇങ്ങനെ എന്നതിലേ തേച്ച് കൊടുക്കാവുള്ളൂ. പിന്നെ എന്തെങ്കിലും നല്ല വാസലിൻ ഒക്കെ ഉണ്ടെങ്കിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും കയ്യിലില്ലാത്തവരാണ്. ഞാൻ കൂടുതലും ഇങ്ങനെ റോസ് വാട്ടറും ഗ്ലിസറിനും, കാര്യം ഗ്ലിസറിൻ നല്ലതാണ് കൈക്ക്. നമ്മളിങ്ങനെ റോസ് വാട്ടറിൻ്റെ കൂടെ ചേർത്ത് എടുത്താൽ കൈ നല്ല, കൈയുടെ വെള്ളമൊക്കെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്നത്, എൻ്റെ കൈ കണ്ടാൽ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതെന്ന് തോന്നുമോ കൈ കണ്ടാൽ? ഇല്ല, എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു പണിയും ചെയ്യത്തില്ല എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ മുഴുവൻ ജോലിയും ഞാൻ ചെയ്യുന്നത് കേട്ടോ. എനിക്കങ്ങനെ ആരും ഹെൽപ്പിനൊന്നും ഇല്ല. ഇവിടെ ആരെക്കൊണ്ട് ഞാനങ്ങനെ അച്ചുള്ളൂ എന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാലും അവൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവൾ അങ്ങനെ വലിയ ഹെൽപ്പൊന്നും ഇല്ല. പിന്നെ ചേട്ടനും കണ്ണനെ ഞാൻ അടുക്കള കയറ്റാറേ ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും ആൺപിള്ളേർ ജോലി അറിഞ്ഞിരിക്കണമെന്ന്. എന്നാന്ന് എനിക്കറിയില്ല, അവരടുക്കള കയറി ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവരടുക്കള കയറാൻ ചെയ്താൽ നമ്മുടെ ഒരു കോമഡി പരിപാടിക്കെന്ന് പറഞ്ഞാൽ മേശിരിക്ക് മൈക്കാട് എന്ന പോലെ നമ്മൾ കൂടെ വേണം. അവരെല്ലാം ചെയ്യും, പക്ഷെ എല്ലാം അവിടെ നിർത്തിയിട്ടേ പോകത്തുള്ളൂ. അത് പിന്നെ ഇരട്ടി പണിയാണ്. അതേസമയം നമ്മൾ തന്നെ ചെയ്യുമെങ്കിൽ അത്രയും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ കയറ്റാറേ ഇല്ല അടുക്കളയിലോട്ട്. അങ്ങനെ അച്ചു ഞാൻ ചെയ്യേണ്ടി വരും. എന്നാലും കൂടുതലും ഞാനാണ് അടുക്കളയിൽ ചെയ്യുന്നത്. പാത്രമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൈയും പാത്രമൊക്കെ ചിലപ്പോൾ പാത്രമെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് കൈയുടെ സ്കിന്നൊക്കെ ഒരുമാതിരി ഇതുപോലെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ എന്നാന്ന് വെച്ചാൽ ഇതുപോലെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഇങ്ങനെ കയ്യിലോട്ട് തന്നെ എടുത്ത് വെച്ച്, ഇതൊക്കെ നമുക്ക് ഒത്തിരി സമയം, ഇപ്പം നമ്മൾ പറയുമ്പം ഒരുപാട് സമയം പോലെ തോന്നും. ഇപ്പം ഞാൻ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഇതിപ്പോൾ കയ്യിലേക്ക് ഒഴിച്ച് വെച്ച് ഞാനിതിങ്ങനെ കൈ ഇങ്ങനെ തൂത്തൊരു 2-3 മിനിറ്റ് ഒന്ന് തൂത്തേച്ച് അടുത്ത പണിയിലേക്ക് ഞാൻ പോകും, അടുത്ത കാര്യം ചെയ്യാൻ പോകും. നിൽക്കുകയല്ലേ. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊക്കെ ചെയ്ത സമയം ഒരിക്കലും ഇല്ല, നമുക്കങ്ങനെ സമയം പോകത്തില്ല. ആകെപ്പാടെ നമുക്ക് സമയം പോകുന്ന പറഞ്ഞാൽ ആ പായ്ക്കൊന്ന് കയ്യിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് സമയം പോകുന്നത്, അല്ലാതെ നമുക്ക് സമയം പോകത്തേ ഇല്ല. അപ്പം നിങ്ങൾ എൻ്റെ കൈയുടെ വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ഞാൻ ആദ്യം കാണിച്ച കൈ, രണ്ടാമത് കാണിച്ച കൈ, പിന്നെ കൈയുടെ ഇങ്ങോട്ടും ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിനൊക്കെ കളർ വരും കൈയുടെ ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷെ ഞാനിപ്പോൾ കൈയുടെ പുറത്ത് മാത്രമാണ് ചെയ്ത് കാണിച്ചത്. കൂടുതലും നമ്മൾ പാത്രം കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ പുറത്തല്ലേ കൂടുതലും ഇതാകുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് അടച്ചു വെക്കട്ടെ.
അടച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വർത്താനം പറയുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെയൊക്കെ പോകാറുണ്ട്. അതിലെങ്ങനെ തട്ടിയാൽ മൊത്തം താഴെ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പം അതെല്ലാം ചെയ്ത് നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതുപോലെ ചെയ്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ആഹാ, എന്നാ നല്ല മണമെന്നറിയോ? റോസ് വാട്ടറിന് ഒരു പ്രത്യേക മണമാണ്. നമ്മുടെ കയ്യിലൊക്കെ ഇതായിട്ടുള്ള. അതുപോലെ ക്യൂടെക്സ് ഞാൻ കൈയിടുന്ന കാര്യം പറഞ്ഞില്ലേ, ഒരു ഇച്ചിരി നഖം, ഒരുപാട് വളർത്തണ്ട, ഒരു ശകലം വളർത്തിയതിന് ചിലർക്ക് നഖം വളർത്തുന്ന ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കൈക്ക് വിരലിനൊരു ഷേപ്പ്, ഒരു ഭംഗി കിട്ടാൻ വേണ്ടി എന്നിട്ടൊന്ന് ക്യൂടെക്സ് ഇട്ട് കൊടുത്ത് നോക്കി. നല്ല ഭംഗിയായിരിക്കും. ഒത്തിരി ഒന്നും വേണ്ട, ഒരു തുള്ളി മതി, ഒരിച്ചിരി ഒന്ന് നിർത്തിയേച്ച് ഒന്ന് ക്യൂടെക്സ് ഇട്ട് കൊടുക്കാമെങ്കിൽ ഇത് കണ്ടോ, കൈ നമ്മുടെ ഈ കൈക്കും തമ്മിൽ രണ്ട് ഭംഗി തോന്നുന്നില്ലേ? ഇതിനേക്കാൾ ഭംഗി ഈ കൈക്ക് തോന്നുന്നില്ലേ? അപ്പോൾ നമ്മൾ അതിനെ ക്യൂടെക്സ് ഒക്കെ ഇട്ട് വെച്ച ശേഷം ഇത് ക്യൂടെക്സ് ഒന്നും ഇടാതെ ഈ നഖമൊക്കെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെട്ടി അങ്ങനെ വെച്ചാൽ ഒരു ഭംഗിയും തോന്നത്തില്ല. നമ്മൾ നഖമൊക്കെ ഒരിച്ചിരി ഇതാക്കി വലത്തെ കൈയിലെ ഞാൻ ചേർത്ത് വെട്ടും കേട്ടോ. ഇടത്തെ കൈയിലെ മാത്രമേ ഉള്ളൂ ഞാനൊരു ശകലം നഖയിന് വളർത്തി ഭംഗിയാക്കി ഇടുന്നത്. അപ്പോൾ നമ്മുടെ കൈ കാണുമ്പോഴും ഒരു ഭംഗിയുണ്ട്. ഇല്ല, ഈ കൈക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൈയും നല്ലതാണ്. പക്ഷേ നഖം ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇത് മാത്രം നമുക്ക് തോന്നുള്ളൂ. കണ്ടോ, ഇവിടെ വരെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും ഇല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ക്യൂടെക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അതേസമയം ഈ കൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. ഇതുണ്ടോ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇതുണ്ട്, ഇങ്ങനെ നോക്കുമ്പോൾ കൈക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. ഏത് ഈ കൈയുടെ കാര്യമാണ് പറഞ്ഞത്, ഈ കൈയുടെ ഭംഗിയായിട്ട് തോന്നും. ഇതിങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഭംഗി ഓർമ്മ തോന്നും. അത് നഖത്തെ നമ്മൾ ക്യൂടെക്സ് ഒക്കെ ഇട്ട് എടുക്കാത്തതുകൊണ്ടാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നാം ഒത്തിരി ഞാൻ കയറ്റിയൊന്നുമല്ല വെട്ടിയേക്കുന്നത്, ആവശ്യത്തിനൊരിതായിട്ടേ വെട്ടത്തുള്ളൂ. ഇത് കണ്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മളിപ്പോൾ ഗ്ലിസറിനൊക്കെ പുരട്ടി ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് കൈക്ക് ഒരു ഇച്ചിരിയും കൂടെ ഒന്നും നമ്മളിത് നേരിട്ട് നോക്കുമ്പോൾ നിങ്ങളിത് ചെയ്തേച്ച് നിങ്ങളുടെ കൈ ഒന്ന് നോക്കും കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഒന്നും കൂടെ അത് മനസ്സിലാകും. വീഡിയോ കാണുന്നതിനേക്കാൾ കൈക്ക് ഒരു പ്രത്യേകതയാണ് കൈക്ക്. ഇതിനകത്ത് കാണുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മുടെ കൈ തോന്നും നമുക്ക് നേരിട്ട് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.